ഇന്നത്തെ വീഡിയോ 1 kg വെയിറ്റ് വരുന്ന നിയോപോളിറ്റൻ കേക്ക് റെസിപ്പിയാണ് കേട്ടോ. സ്ട്രോബെറിയുടെയും ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയും ഫ്ലേവർ കോമ്പിനേഷനിൽ ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന്. നമുക്കിവിടെ 3 ഫ്ലേവറിലുള്ള സ്പോഞ്ചാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അത് ഒരു ബാറ്ററിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് അരിപ്പയിലിട്ട് 3 തവണ അരിച്ചെടുക്കണം. 3 തവണ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 4 മുട്ടയാണ്. 4 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ മഞ്ഞ നിറം മാറി വെള്ള നിറം ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ബീറ്റർ വെച്ച് തന്നെ നന്നായി മിക്സ് ആക്കിയെടുക്കാം. ഈ സമയം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി മുട്ടയിലേക്ക് മൈദ കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യരുത്. 3 തവണയായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 ഫ്ലേവറിലുള്ള ബാറ്ററാണല്ലോ വേണ്ടത്. അതിനുവേണ്ടി ബാറ്റർ 3 പാത്രങ്ങളിൽ സെയിം അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ബാറ്ററിലേക്ക് സ്ട്രോബെറി സ്പഞ്ച് റെഡിയാക്കാനായിട്ട് സ്ട്രോബെറി മിക്സ് ഒരു 4-5 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ചെടുത്ത് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബാറ്ററിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാനില്ല. അത് വാനില സ്പോഞ്ചിനുള്ളതാണ്. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ 2 മോൾഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 മോൾഡിലേക്കും ബാറ്റർ ഒഴിച്ചു കൊടുത്ത് 15 മിനിറ്റ് ഓവൻ സെറ്റ് ചെയ്ത് വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മോൾഡ് ഒന്നേ ഉള്ളെങ്കിൽ 3 തവണയായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബാക്കി ബാറ്റർ അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും 1 പിഞ്ച് ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇനി ഫില്ലിങ്ങിലേക്ക് വേണ്ട ഡാർക്ക് ചോക്ലേറ്റും ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കണം. 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് ക്രീമും ഒഴിച്ചാണ് മെൽറ്റ് ചെയ്തിരിക്കുന്നത്. ക്രീം നന്നായി ചൂടാക്കിയിട്ട് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് മെൽറ്റാക്കി എടുത്താൽ മതി. 3 സ്പഞ്ചും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാനായിട്ട് 1/2 കപ്പ് ക്രീം എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കണം. ആദ്യം ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്യാൻ ആവശ്യമായ ക്രീം എടുത്ത് മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്ത ക്രീമാണ് കേട്ടോ ഇത്. ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഡാർക്ക് ഗനാഷ് ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി സ്ട്രോബെറി സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്ങിന് കുറച്ച് ക്രീമിലേക്ക് സ്ട്രോബെറി മിക്സ് 2-3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്ത ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സ്ട്രോബെറി ക്രഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി 3rd ലെയറിനായി വാനില സ്പഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫുള്ളായി ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വച്ച ശേഷം വേണമെങ്കിൽ ഐസിങ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കാർട്ടോ കട്ടിയുള്ള എന്തെങ്കിലും വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പ് എഡ്ജായി കിട്ടും. ഇനി കേക്ക് 1 അവർ ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കാം. വൈറ്റ് ഗനാഷിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഗനാഷിലേക്ക് സ്ട്രോബെറി മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇത് ഡെക്കറേഷന് വേണ്ടിയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഗനാഷ് ഒഴിച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാവാതെ ഗനാഷ് ഒഴിച്ചു കൊടുത്താൽ ഗനാഷ് സെറ്റാവാതെ ഒലിച്ചിറങ്ങും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഡാർക്ക് ഗനാഷ് ഉറച്ചു പോയാൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത് ലൂസാക്കിയെടുക്കാം. ഗനാഷ് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലവർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.